ഹായ് ഓൾ, വെൽക്കം ടു റാങ്ക് ഫയർ. ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 2. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. 3. ഇപ്പോൾ, അതായത് 2022-23 14ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. 4. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഓപ്ഷൻ എ 1, 2 ശരിയാണ്. ബി 2, 3, 4 ശരിയാണ്. സി 1, 2, 4 ശരിയാണ്. ഡി 1, 2, 3, 4 ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. അപ്പോൾ സമത്വം എന്നുള്ളത് ഇവിടെ ശരിയായിട്ടാണ് വന്നേക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾ 2012-17 കൂടി അവസാനിക്കുകയും പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നീതി ആയോഗ് എന്ന ഭരണ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ബി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. സി. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ഡി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ആൻസർ ബി ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു ഉപദേശക സമിതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1: 1974 മുതൽ 78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രസ്താവന 2: ഗരീബി ഘടാവോ പരിപാടി നടപ്പിലാക്കി. 3: ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. ബി. പ്രസ്താവന 1ഉം 3ഉം ശരിയാണ്, 2 ശരിയല്ല. സി. പ്രസ്താവന 2, 3 ശരിയാണ്, 1 ശരിയല്ല. ഓപ്ഷൻ ഡി. പ്രസ്താവന 1, 2, 3 അതായത് എല്ലാം ശരിയാണ്. ഇവിടെ ആൻസർ ഡി ആണ്. പ്രസ്താവന 1, 2, 3 അതായത് ഈ 3 പ്രസ്താവനയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. 2. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 3. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. 4. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണ്. ഓപ്ഷൻ എ 1, 2, 3, ബി 1, 3, സി 1, 2, 3, 4, ഡി 1, 3, 4. ആൻസർ ബി ആണ്. പ്രസ്താവന 1ഉം 3ഉമാണ് ശരി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-ലാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി ആയിരുന്നു. അതുപോലെ ആദ്യ സമ്മേളനം അറിയപ്പെട്ടത് ടീം ഇന്ത്യ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? 1. സാമ്പത്തിക വളർച്ച, 2. സ്വാശ്രയത്വം, 3. ആധുനികവൽക്കരണം, 4. കയറ്റുമതി. ഓപ്ഷൻ എ 1, 2, 3, ബി 1, 2, 4, സി 1, 3, 4, ഡി 2, 3, 4. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരി. അടുത്ത ചോദ്യം: ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? എ 1ാം പഞ്ചവത്സര പദ്ധതി, ബി 2ാം പഞ്ചവത്സര പദ്ധതി, സി 3ാം പഞ്ചവത്സര പദ്ധതി, ഡി 4ാം പഞ്ചവത്സര പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് 1956-ൽ. അതുപോലെ ദുർഗാപൂർ, ഭിലായ്, റൂർക്കല എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിച്ചതും ഈ പദ്ധതിയുടെ കാലത്ത് തന്നെയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സാമൂഹ്യ വികസന സമിതി അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ:
നീതി ആയോഗ് 2021 പുറപ്പെടുവിച്ച സുസ്ഥിര വികസന സൂചികയിൽ 1, 2 സ്ഥാനങ്ങൾ നേടിയ സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ കേരളം, ആന്ധ്രാപ്രദേശ്, ബി തെലങ്കാന, തമിഴ്നാട്, സി കേരളം, ഹിമാചൽ പ്രദേശ്, ഡി ഹിമാചൽ പ്രദേശ്, തെലങ്കാന. ആൻസർ ഓപ്ഷൻ സി ആണ്, കേരളം, ഹിമാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചത്. ഓപ്ഷൻ എ 2014, ബി 2015, സി 2019, ഡി 2016. എന്നാണ് ഓപ്ഷൻ ബി 2015. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഓപ്ഷൻ എ 1966 മുതൽ 69 വരെ, ബി 78 മുതൽ 80 വരെ, ഓപ്ഷൻ സി 1984 മുതൽ 87 വരെ, ഓപ്ഷൻ ഡി 93 മുതൽ 95 വരെ. ആൻസർ ഓപ്ഷൻ എ ആണ്, 1966 മുതൽ 69 വരെ. 3 വാർഷിക പദ്ധതികളായിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? 1, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. 2, കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക. 3, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. 4, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. 1ാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മോഡലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി മഹ്ലാനോബിസ് മാതൃകയിലാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഗാഡ്ഗിൽ മോഡലിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. 8ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ. 10ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആധാർ പദ്ധതി, ആം ആദ്മി ഭീമ യോജന എന്നിവ 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് നടപ്പിലാക്കിയത്. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയ പദ്ധതിയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി.